അപ്പോൾ ഇന്ന് നമ്മുടെ കേരള നിയമസഭയുടെ അവസാന സമ്മേളനമാണ്. 16-ാം നിയമസഭാ സമ്മേളനമല്ലേ നടക്കുന്നത്? അതെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ നിയമസഭയുടെ ഈ 15-ാം നിയമസഭയുടെ 16-ാമത്തെ സമ്മേളനം. അപ്പോൾ ഇന്നത്തെ അവസാനത്തെ ദിവസമാണ്. ഈ അവസാന ദിവസം വളരെ സംഭവബഹുലമാണ്. കാരണം ഇന്ന് സുപ്രധാനമായിട്ട് 2 കോടതി പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് ഹൈക്കോടതിയിൽ സർക്കാരിനെതിരെയാണെങ്കിൽ സുപ്രീം കോടതി സർക്കാരിന് അനുകൂലമായിട്ടാണ്, സർക്കാരിന് ആശ്വാസം നൽകുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഇന്ന് നിയമസഭയിൽ ഇന്ന് സംഭവിച്ചത് ഇന്നും പതിവ് പോലെ തന്ത്രിയുടെ വിഷയം തന്നെയാണ് നിയമസഭ സംഭവിച്ചത്. അതിനൊപ്പമാണ് നമ്മൾ ഈ പറഞ്ഞ ആദ്യമായിട്ട് വന്നത് ഹൈക്കോടതിയുടെ ഉത്തരവാണ്. അത് കഴിഞ്ഞ ദിവസം അവരുടെ പുതിയ ഡി അനുവദിച്ച് ബന്ധപ്പെട്ടൊക്കെ തന്നെ മുഖ്യമന്ത്രിയുടെ സന്ദേശം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ഈ ഡാറ്റ ചോർച്ച എന്ന് പറയുന്നത് അത് ഒരു കാര്യം, ഡാറ്റ ചോർച്ച അവിടെ മാത്രമല്ല, എനിക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് CM-ൻ്റെ ഓഫീസുമായിട്ട് എപ്പോൾ വേണമെങ്കിലും ബന്ധപ്പെടാം, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പ്രതികരിക്കൂ എന്നും പറഞ്ഞ് എൻ്റെ ഒരു നമ്പറിൽ ഈ സന്ദേശം വന്നിട്ടുണ്ട്. അപ്പം പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഇത് പ്രചാരണായുധമാക്കി എന്നുള്ളതാണ് വിഷയമായി. അതെ, സർക്കാരിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഒരു സർക്കാർ സാധനം ഉപയോഗിക്കാൻ പാടില്ല. സർക്കാർ ഡാറ്റയല്ലേ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ഫോൺ നമ്പർ എടുക്കാൻ കിട്ടാൻ പോകണം എല്ലാവരും നാട്ടുകാരെ മുഴുവൻ ജീവനക്കാരുടെയൊക്കെ. അപ്പം ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരുപാട് സൈബർ ഇടങ്ങളിൽ നിന്ന് CPM-ന് വന്നിരുന്നു. അപ്പോൾ ഇന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചത് ആ ഡാറ്റ ചോർച്ചയെ ഗൗരവമായിട്ട് കാണുന്നു എന്നാണ് പറഞ്ഞത്. ആണല്ലോ, ഡാറ്റ അത് സർക്കാർ നിർത്തിവെക്കാൻ പറഞ്ഞല്ലോ. അവിടെ തന്നെ നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുന്നു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ്. ഇത് സർക്കാരിനെ സംബന്ധിച്ചുള്ള വലിയൊരു തിരിച്ചടി തന്നെ. തിരിച്ചടി തന്നെയാണ്. കാരണം അത് ഇവർക്ക് ഈ ദിവസങ്ങളോളം തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും പുതിയ തിരിച്ചടിയായി ഇതൊന്നും മാറി എന്ന് വേണം പറയാൻ. ഇത് സർക്കാർ ഉദ്യോഗസ്ഥരെ മാത്രമല്ല, പൗരന്മാരുടെ മുഴുവൻ മൊത്തത്തിലൊരു മനുഷ്യാവകാശ ലംഘനമല്ലേ ഉണ്ട്. നമ്മുടെ ഡാറ്റ ഇത് നേരത്തെ കോവിഡ് കാലത്ത് നമ്മുടെ ഡാറ്റ എല്ലായിടത്ത് പുറത്തു കൊടുത്തു എന്നുള്ള ആരോപണം. സ്പ്രിംഗ്ലർ ഇപ്പം നിലവിൽ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഫോണിലേക്ക് നമ്മൾ ആരും അറിയാത്ത ഒരുപാട് കമ്പനികളുടെ മെസ്സേജസ് നമ്മളെ വിളിക്കുന്നുണ്ട്, നേരിട്ട് വിളിക്കുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയോ അത്യാവശ്യം ഒരു ഡ്രൈവിങ്ങിലോ ഒക്കെ ആയിരിക്കുമ്പോഴായിരിക്കും ഇവർ വിളിക്കുന്നത്. ഇവരെ വിളിക്കുമ്പോൾ ഇവരെ സംബന്ധിച്ചോളം എന്താ ഇതിനകത്ത് പറയുന്നത്, നമ്മളെ വിളിച്ച് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ താല്പര്യമുണ്ടോ? അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കോൾ വന്നു. ഞാൻ വളരെ പ്രധാനപ്പെട്ട, നമ്മളിപ്പം ഒരു വാർത്ത കമ്പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മനസ്സിലൊരു പ്രോംപ്റ്റ് ഉണ്ട്, നമ്മളതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഫോൺ അടിക്കുന്നത്. നമ്മൾ ആ എടുക്കുന്ന സമയത്തേക്ക് നമ്മുടെ ആ ഫ്ലോ അങ്ങ് മുറിഞ്ഞു പോകും. അപ്പം നമ്മളിത് ചാടി ഇതെടുത്ത് എന്താണ് നമുക്ക് പരിചയമില്ലാത്ത നമ്പറാണ്. അപ്പം സാറിന് കാർ ലോൺ അനുവദിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചാൽ അതിനെവിടെ, ഞാൻ കാർ ലോൺ അപ്ലൈ ചെയ്തിട്ടില്ലോ. അല്ല, സാറിന് കാർ മേടിക്കാനുള്ള ലോൺ ഇവിടുന്ന് കിട്ടും. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് കാറുണ്ട്. എന്നാൽ ഒരു പണി സാറേ, RC ബുക്ക് പണയം വെച്ചാൽ ഒരു ലോൺ തരാം. ആ കാറിൻ്റെ RC ബുക്കിൽ അടുത്ത ഒരു ലോൺ തരാം. ഞാൻ പറഞ്ഞു ഇപ്പം തൽക്കാലം നമുക്ക് ഒരു ലോണിൻ്റെ ആവശ്യമില്ല, ജീവിച്ചു പോയിക്കോട്ടെ. പക്ഷേ എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിലേക്ക് തിരിയുന്ന സമയത്തേക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ ഈ ആ ഫ്ലോ പോയി, നമ്മൾ എഴുതി വന്ന എല്ലാം ഓഫായി പോകും. നമ്മൾ ക്രിയേറ്റീവായ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഇത് ബാധിക്കുന്നു. അത് ഞാൻ പറഞ്ഞ ഇത് ഡാറ്റ ചോഷണത്തിൻ്റെ വേറൊരു പതിപ്പാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതേ ഡാറ്റ ചൂഷണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വന്ന ഈ ഡാറ്റ ചൂഷണം കൊണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതെന്താണെന്ന് അത്രയും പേര് ഒരു സർവൈലൻസിലാകുകയല്ലേ. ഉറപ്പാണല്ലോ. അത് ഇപ്പം ഈ പറയുന്ന സർക്കാർ ഇപ്പോൾ ഉപയോഗിച്ചു, അടുത്ത സർക്കാർ വരുമ്പോൾ അവർക്കും അത് ഉപയോഗിക്കാം. മാത്രമല്ല ഈ ഡാറ്റ അവരുടെ സ്വകാര്യതയാണ്. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒരു PUC നമ്പർ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ പോലീസിനുണ്ട് ഒരു PUC നമ്പർ. അത് കേരളത്തിലുള്ള എല്ലാ പോലീസുകാർക്കും BSNL-ൻ്റെ മൊബൈൽ ആയിട്ട് അവർക്കൊരു മൊത്തത്തിലുള്ള ഒരു നമ്പറുണ്ട്. ഓരോ ആൾക്കാർക്കും ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയായിട്ട് കൊടുത്തിരിക്കുന്ന PUC, അതിൻ്റെ ഫുൾ ഫോം എന്താണെന്നുള്ളത് ഞാൻ മറന്നുപോയി. ആ നമ്പറുണ്ട്. ആ നമ്പറിലേക്കാണ് വരുന്നതെങ്കിൽ പോലും അത് സർക്കാർ ഉടമസ്ഥതയിൽ എടുത്തിരിക്കുന്ന നമ്പറുകളാണ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി. അതിപ്പോൾ റവന്യൂവിലുണ്ട്, ഇപ്പോൾ വില്ലേജ് ഓഫീസർമാർക്കെല്ലാം നമ്പറുണ്ട്, മുനിസിപ്പാലിറ്റിക്ക് നമ്പറുണ്ട്, പഞ്ചായത്തുകൾക്ക് നമ്പറുണ്ട്, സെക്രട്ടറിമാർക്ക്. അതുപോലെ പോലീസ് സാധാ കോൺസ്റ്റബിൾ തൊട്ട് DGP വരെ ഉള്ളവർക്ക് സർക്കാരിൻ്റെ ഈ നമ്പർ ഉണ്ട്. അതിനെയാണ് PUC നമ്പർ എന്ന് പറയുന്നത്. അപ്പം അതിലാണെങ്കിൽ പോലും ഇവർ ഈ മെസ്സേജ് വിട്ടതിനെക്കുറിച്ച് നമുക്ക് ന്യായീകരിക്കാൻ ഇപ്പോഴത്തെ ഈ ആക്ടിലെ ഏത് ആക്റ്റാണെന്ന് ചോദിച്ചാൽ മറ്റേ ആർട്ടിക്കിൾ 21. അപ്പോൾ അതിൻ്റെ ലംഘനമാണെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇത് ഭയങ്കര രൂക്ഷ വിമർശനം പറഞ്ഞിരുന്നത് എങ്ങനെ വന്നു എന്നുള്ളത്.
നമ്മുടെ മുഴുവൻ പേരുടെയും ഡീറ്റെയിൽസ് ഇവരുടെ കയ്യിലേക്ക് എത്തുകയില്ലേ. അപ്പോൾ ഇത് ഇലക്ഷനും മറ്റും ഒരുപാട് രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. ഇത് ഇലക്ഷൻ പ്രചാരണം മൊത്തം ഇതുവഴി നടത്താൻ പറ്റും. പിന്നെ ഈ ആൾക്കാരെ അപ്പോൾ ഇത്രയും ചെയ്യുന്ന സ്ഥിതിക്ക് ഇപ്പം തന്നെ നമുക്കറിയാം സർക്കാർ സംബന്ധമായിട്ടുള്ള രഹസ്യങ്ങൾ അല്ലെ സർക്കാരിൻ്റെ വഴിവിട്ട നീക്കങ്ങൾ ഒരു മാധ്യമത്തിന് തരണമെന്ന് കരുതുക. അപ്പോൾ ഇവരെല്ലാം സർവൈലൻസിലാണ്, മൊത്തം നിരീക്ഷണത്തിൽ. അവർക്ക് ഭയമാണ്. ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർ ഇപ്പോൾ പലരും ഒന്നുകിൽ ടെലഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ, ഇനി ഇതൊന്നും അല്ലേ ഗൂഗിൾ പേയിലും ഒക്കെ ആയിരിക്കും ഈ വാർത്തകൾ ഇപ്പോൾ നമുക്ക് അയച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഡയറക്റ്റ് ഇപ്പോൾ ഫോൺ വിളിച്ച്, ഇപ്പോൾ ഡയറക്റ്റ് ഫോൺ വിളി വളരെ കുറവാണ്. മിക്ക ആൾക്കാരും വാട്സപ്പ് കോളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കാരണം ഇത് പിന്നെ കോൾ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ലഭിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. എന്നാൽ പോലും അതിൽ നിന്ന് വേണമെങ്കിലും എടുക്കാമെന്നാണ് ഞാൻ കേട്ടുള്ളത്. അതിൻ്റെ ശാസ്ത്രീയതയോ സാങ്കേതിക വശമോ അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സർക്കാർ ജീവനക്കാരൻ അയാളുടെ ഒരു നമ്പറിലേക്ക് സർക്കാരിൻ്റേതായിട്ടുള്ള ഒരു സന്ദേശം വരുമ്പോൾ അവൻ ഉറപ്പായിട്ട് ഉറപ്പിക്കും, ഞാൻ സുരക്ഷിതനല്ല, എൻ്റെ സ്വകാര്യത സുരക്ഷിതമല്ല എന്നുള്ള ഒരു ചിന്താഗതി. അതുകൊണ്ട് തന്നെയാണ് അവർ നവകേരള സർവേ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്ത് സുപ്രീം കോടതി അതൊരാശ്വാസമാണ്. ഒരു സൈഡിൽ കൂടെ ഒരു അടി കിട്ടിയപ്പോൾ ഒരു തല്ലും ഒരു തലോടലും. അത് സുപ്രീം കോടതി ഇപ്പം ചീഫ് ജസ്റ്റിസ്, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ബെഞ്ചിൻ്റെ വിധിയാണ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ പറയായിരുന്നു രാവിലെ, ഇപ്പം ആദ്യം ഒരു പക്ഷേ ഈ വിധിയായിരുന്നു വന്നതെങ്കിൽ ചിലപ്പോൾ മറ്റേ വിധി അത് ബാധിച്ചിരുന്നെങ്കിലോ. അത് ശരിയാണ്. ഇപ്പം ആദ്യം വന്നത് സുപ്രീം കോടതി വിധിയായിരുന്നെങ്കിൽ ഹൈക്കോടതിയിൽ ഈ വിധി എങ്ങനെ വരുമായിരുന്നു? അത് ശരിയാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഏതായാലും പക്ഷേ രസകര കാര്യം, സർക്കാർ അങ്ങ് PR പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ അറിയുന്നത് മോഹൻലാലിനെ വെച്ചൊരു ഇൻ്റർവ്യൂ പിണറായി എടുത്തിട്ടുണ്ടെന്നാണ്. ഒരു സൈഡിൽ കൂടെ PR വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, മറു സൈഡിൽ കൂടി ഇത് മൊത്തം കൂടി താഴെ. പൊളിച്ചെടുക്കാൻ അപ്പുറത്ത് വേറെ ഭാഗം. കാരണം ഇവരെ എന്തെങ്കിലും ഒരു സാധനം പൊക്കിക്കൊണ്ട് വരുന്ന ഒന്ന് നേരെ ശരിയായിട്ട് നിൽക്കാനോ. ഇവൻ തലത്തല്ല കണ്ടില്ലേ, അവിടെ കോഴിക്കോട് പഴയ കെട്ടിടം പൊളിഞ്ഞു വീണ് 4 പേര് മരിച്ചു. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെല്ലാ സർക്കാരിൻ്റെ കെട്ടിടങ്ങളും ഇങ്ങനെ തലയ്ക്ക് വീഴാൻ തയ്യാറായിട്ട് നിൽപ്പുണ്ട്, ഒരുപാട് സ്ഥലത്ത് നിൽപ്പുണ്ട്. ഇതിലേതെങ്കിലും ഒരെണ്ണം വീഴും. ഇവരെവിടെങ്കിലും ഒരു PR വർക്ക് എടുത്ത് ഇപ്പോൾ കൊണ്ടുവരും. മോഹൻലാലിനെ കൊണ്ട്, നേരത്തെ കമലഹാസനായിരുന്നു ബ്രാൻഡ് അംബാസഡർ, ഇപ്പോൾ മോഹൻലാലിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ഈ മോഹൻലാലിനും ഇത് നിരസിക്കാൻ പാടാന്ന് തോന്നുന്നു. പിന്നെ സംസ്ഥാന മുഖ്യമന്ത്രി ഇവർ പ്രതികാര മനോഭാവത്തോടെ ഇടപെടും. ഈ ഞങ്ങൾ ജയഹിന്ദിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉമ്മൻചാണ്ടി മോഹൻലാൽ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. രസമുള്ള ഇൻ്റർവ്യൂ ആയിരുന്നത്. അതിൽ പല കാര്യങ്ങളും ചോദിച്ച കൂട്ടത്തിൽ മോഹൻലാൽ ചോദിക്കുന്നുണ്ട്, സാറ് സിനിമ കാണാറുണ്ടോ? ഉമ്മൻചാണ്ടി ചിരിച്ചാൽ അങ്ങനെ ഒന്നുമില്ല. അവസാനം കണ്ട സിനിമ ഏതാണ്? മറുപടി മഞ്ഞിൽ കഴിഞ്ഞ പൂക്കളം. നിങ്ങളെ വിളിച്ച സിനിമയാണ്. പിന്നെ പുള്ളി സിനിമ കണ്ടിട്ടില്ല, സമയമില്ലല്ലോ പുള്ളിക്ക്. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനല്ല, സിനിമാ പ്രാധാന്യം. പിണറായി സിനിമ പ്രാധാന്യം. പുള്ളി അദ്ദേഹം എല്ലാ സിനിമകളും, സിനിമയൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഏത് സിനിമയും കാണും. കാണുക മാത്രമല്ല, ഈ സിനിമ കണ്ട് പുള്ളി പൊട്ടിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. ഈ സിനിമയിലെ ചെറിയ ചെറിയ തമാശ രംഗങ്ങൾ പോലും പുള്ളിയെ ചിരിപ്പിക്കുന്നുണ്ടെന്നാണ്. നമ്മൾ ചിരിക്കാത്ത മനുഷ്യനാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം അത് ചിരിക്കുന്ന ഒരാളാണെന്നാണ് PR-ന്റെ മാരക രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാമല്ലോ. നമുക്ക് എത്ര പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. അതെ, ഇത് ഇവിടെ PR വർക്കിന് വേണ്ടി എത്ര പേര് നമ്മളെ വിളിക്കുന്നുണ്ട്. ഇപ്പം ഒരുമാതിരിപ്പെട്ട യൂട്യൂബർമാര് വ്ളോഗർമാർക്കെല്ലാം ഈ ഇലക്ഷൻ അടുത്തതോടെ നല്ല കൊയ്ത്ത. ഇതിൽ രസകരമായ കാര്യം, ഇതിൽ പലർക്കും കേരള രാഷ്ട്രീയം ചുക്കാണോ ചുണ്ണാമ്പാണോ എന്ന് അറിഞ്ഞുകൂടാന്നുള്ളതാണ്. ഈ നേതാക്കന്മാർ എന്ത് കണ്ടിട്ടാണ് ഇവർ പലരെയും നിയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടാ. നമ്മളിവിടെ ജോലി ഇരുന്ന വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേര്, ചിലപ്പോൾ അവർ നിസ്സാരം ചോദിക്കാനൊക്കെ വിളിക്കും, അവർക്കെല്ലാം അറിയാം. ഒന്നും അറിഞ്ഞാത്തവരും വിളിക്കും. നമ്മൾ ചിലപ്പം വിളിച്ചിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. കഥ നമ്മൾ പറഞ്ഞു കൊടുക്കണം, കഥ പറയണം. അത് വിളിക്കുന്ന ഒരു മര്യാദ ഉണ്ട്. രാത്രി 12 മണിക്ക് 1 മണിക്ക് വിളിക്കുന്നത്, ഇടയ്ക്ക് 2 മണിക്ക് ഒരാൾ വിളിച്ചിരിക്കുന്നത്. ഞാൻ എടുത്തില്ല അവസാനം. എന്തായാലും ഇലക്ഷനോട് അനുബന്ധിച്ച് വളരെ സംഭവബഹുലമാണ്. ഈ നിയമസഭ ഇടുന്നതോടെ പരിപാടി കഴിയണം. ഈ സഭയിൽ MLA-മാരായിരുന്നവർ ഒരുപക്ഷെ ഒരുപാട് പേര് ഇനി നമ്മളൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഒരുപാട് MLA-മാരെ കണ്ടു അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പം എല്ലാവരും വരുന്നു. എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് ദിവസത്തെ ഒരു എന്താ പറയുന്നത്, ഇത് എന്തൊക്കെ വഴക്കെട്ടെന്ന് പറഞ്ഞാലും അടിപിടി ഉണ്ടായത് എല്ലാവരും വലിയ അടുപ്പമുള്ളവരാണ്. അപ്പോൾ ഈ അവരെ സംബന്ധിച്ചോളം വ്യക്തിപരമായിട്ട് ഉള്ളിലൊരു ചെറിയ വേദന ഉണ്ടാകുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ വിട പറഞ്ഞു പോവുക. മാത്രമല്ല, എനിക്ക് അതിൽ വളരെ കോൺഗ്രസിൻ്റെ ഒരു ഭാഗത്തുണ്ടായിരുന്നു നല്ല കാര്യമായിട്ട് തോന്നിയത്. ഇപ്പോൾ K. ബാബുവിനെ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചു. അദ്ദേഹം ഇന്നലെ നിയമസഭ ബഹിഷ്കരിച്ച് പുറത്തിറങ്ങിയപ്പം ബൈറ്റ് എടുത്ത അദ്ദേഹമാണ് അത് ലീഡ് ചെയ്തത്. ഇത് നിയമസഭയിലും സംസാരിക്കുന്നുണ്ട്. കാര്യം ഇനി അദ്ദേഹം
പ്രസംഗിക്കില്ല. അദ്ദേഹത്തെ കോൺഗ്രസ് ഒരു അവസരം കൊടുത്തു. അതൊരു നല്ല കാര്യമാണ്, അതൊരു നല്ല തുടക്കമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. ഏതായാലും ഇനിയുള്ള ദിവസങ്ങൾ അങ്ങോട്ട് രാഷ്ട്രീയ സംഭവ ബഹുലമായ ദിവസങ്ങളായിരിക്കും വരിക എന്നുള്ളത് ഉറപ്പായി.